അല്ലല്ല, ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചു എന്നോട്. അവസാനം ചോദ്യം ചോദിച്ചത്, അവിടെ ഇത്രയും ദിവസം ഐസി യൂണിറ്റിൽ കിടക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ്. ഐസി യൂണിറ്റിൽ നിന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നത്. ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് ഐസി യൂണിറ്റ് പ്രവേശിപ്പിച്ചത്. അപ്പൊ അതിന്റെ ഒരു വലിയ വികാരത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നിരുന്ന ആളെ റൂമിലേക്ക് കൊണ്ടുവന്നേയുള്ളൂ. അയാൾ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു. അപ്പൊ കൈരളി ലേഖകൻ ഇയാൾ മർദ്ദിക്കുന്നതിന്റെ, അയാൾ എല്ലാവരെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമുണ്ട്. അയാൾ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി വോട്ട് കള്ളവോട്ട് ചെയ്യാമെന്നവരെ ചൂണ്ടിക്കാണിച്ച് അവരെ തടുത്തു നിർത്തിയതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മാറി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈരളി പ്രവർത്തകരുമായിട്ട് വാക്കുവാദം ഉണ്ടായി. ഞാൻ അവരെ ഇറങ്ങി നിന്നിട്ട് പിടിച്ചു മാറ്റി. ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ഞാൻ അവരോട് ഒരു തരത്തിൽ ഇത് തോന്നിയാസമാണ്. പത്രപ്രവർത്തകർക്ക് ഏത് റിപ്പോർട്ടർമാർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതിന് മറുപടി പറയാൻ നമുക്കും അവകാശമുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരെ ശാസിച്ച് മാറ്റി നിർത്തി. ഞങ്ങളുടെ നടപടി അതാണ്. അവര് ചെയ്തത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനത് തെറ്റാണ്, മേലെ കാണിക്കണമെന്ന് ശക്തമായ കാർക്കശ്യം നിറച്ച ഭാഷയിൽ അവരോട് പറഞ്ഞത്. പക്ഷെ അവരെ പ്രകോപിപ്പിച്ചത് ഐസി യൂണിറ്റിൽ പോലീസിന്റെ തല്ലുകൊണ്ട് കിടക്കുന്ന ഒരുത്തൻ അവനാണ് തല്ലിയതിന്റെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പ്രകോപനം. എന്നാലും പ്രകോപനം കൊള്ളാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാനത് അപ്പം തന്നെ താക്കീത് കളി. നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല. ഒരിക്കൽ ചെയ്ത് തെറ്റ് ചെയ്ത് നമ്മൾ നടപടി എടുക്കുകയും ചെയ്യും. ആ ആ അല്ല, അവിടെ നടപടി ഒന്നും എടുത്തിട്ടില്ല. അവിടെ കയ്യേറ്റം ചെയ്തു, ക്യാമറമാനെ കയ്യേറ്റം ചെയ്തു, അല്ലെ, മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തു, അവിടെ പലരും കയ്യേറ്റം ചെയ്തു. ഒരു നടപടി എടുത്തിട്ടില്ല. അത് അവര് തമ്മിൽ അടിക്കുന്നത് പടം എടുത്താണ്. അതിന് പത്രപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. അതിന് നടപടി എടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി അവർ രണ്ടുപേരുടെ ഇടയിലെത്തി. ഞങ്ങളെ സീനിയർ ലീഡേഴ്സ്, അവിടുത്തെ DCC പ്രസിഡന്റ്, മുൻ MLA ശിവദാസൻ നായർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുമ്പിൽ വന്നിരുന്ന് ഞങ്ങൾ അവരെ ശാസിച്ച് അപ്പം തന്നെ മാറ്റി. വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചെന്നല്ലാതെ വേറൊരു ഇനി എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞങ്ങൾ അപ്പം നടപടി എടുത്തേനെ. ഞാൻ നടപടി എടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി കയറുള്ളായിരുന്നു. നമ്മൾ അനുവദിക്കില്ല, ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുകയില്ല ഒരു തരത്തിലും.